പാകിസ്ഥാൻ്റെ എയർലൈൻസ് ആയിട്ടുള്ള PIA, പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ രാജ്യം കൂപ്പുകുത്തുകയാണ്, കടക്കണിയിലാണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന് കൊടുക്കാനുള്ള വായ്പാ തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. $7 ബില്യൺ. ആ തുക എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരിച്ചാൽ പോലും പാകിസ്ഥാൻ അത് മേക്ക് ഓവർ ചെയ്യാൻ പറ്റുമോ, ഒരു ബ്രേക്ക് ഈവനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ഒരു വിദൂര സാധ്യത മാത്രമാണ്. ഇവിടെയാണ് അമേരിക്ക കൃത്യമായി ചില ചൂഷണങ്ങൾക്ക് വരുന്നതും എല്ലാ തരത്തിലും മുനീറുമായി സംസാരിച്ച് ഒരു സെറ്റിൽമെൻറ്റ് സ്കോറിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. മുനീറുമായി സംസാരിച്ചിരിക്കുന്നത് കൃത്യമായി ഒരു രഹസ്യ സൈനിക ക്യാമ്പ് തുറക്കാൻ വേണ്ടി അതിൻ്റെ പ്രത്യുപകാരം എന്ന രീതിയിൽ വലിയ തോതിലുള്ള മണി പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഷഹബാസ് ഷരീഫ് മുനീർ ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നുവെന്നും പാകിസ്ഥാൻ പിളർപ്പിലേക്ക് പ്രത്യേകിച്ചും ബലൂചിസ്ഥാൻ പ്രവിശ്യയും സിന്ധ് പ്രവിശ്യയും പ്രത്യേകമായി അവർ സെപ്പറേറ്റ് ആകാൻ വേണ്ടി തീരുമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നാളുകളായി. കാരണം ഈ രണ്ട് പ്രവിശ്യകളും രണ്ട് സെപ്പറേറ്റ് രാജ്യങ്ങളാകാൻ വേണ്ടി വർഷങ്ങളായി തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ബലൂചിസ്ഥാൻ കൃത്യമായി ചൈനീസ് എംബസിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള രാജ്യം വേണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മുനീറിൻ്റെ സംസാരം, അതായത് US പ്രസിഡന്റുമായിട്ടുള്ള സംവാദത്തിന് ശേഷമാണ് ഇത് പിളരാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഷഹബാസ് ഷരീഫിനെ വളരെ വൈകാതെ തന്നെ ബന്ദിയാക്കിക്കൊണ്ട് എങ്ങനെയാണോ പർവേസ് മുഷറഫ് പിടിച്ചെടുത്തതുപോലെ മുനീർ പിടിച്ചെടുത്ത് ഭീകരവാദത്തിൻ്റെ പരിപൂർണമായ ഈറ്റില്ലമായി, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ലഷ്കർ-ഇ തയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ ഈറ്റില്ലമായിട്ടുള്ള സ്ഥലം, അതിന് കുറച്ചുകൂടി അതിനെ ആക്കം കൂട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. ഒരറ്റത്ത് സമാധാനത്തിനെ കുറിച്ച് പറയുകയും മറ്റൊരറ്റത്ത് ഇത്തരത്തിലുള്ള ഭീകരരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് ശക്തമായി തന്നെ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ കൃത്യമായി എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. സുരക്ഷാ സമിതിയിൽ നോക്കൂ, പാകിസ്ഥാനെ എപ്പോഴെല്ലാം ഇന്ത്യ ശക്തമായി ആക്രമിക്കാൻ ശ്രമിക്കുമോ അപ്പോഴെല്ലാം രക്ഷക വേഷവുമായി എത്തുന്നത് ചൈനയും അതുപോലെ US-ഉമാണ്. ആ കാര്യത്തിലാണ് US-ഉം ചൈനയ്ക്കും രണ്ടഭിപ്രായമില്ലാത്തത് എന്ന് നമ്മൾ ഓർക്കണം. പക്ഷെ ഇവിടെ ബലൂചിൻ്റെയും സിന്ധിൻ്റെയും പ്രത്യേകമായ പ്രവിശ്യകൾക്ക് ചൈന അംഗീകാരം നൽകുമോ ഇല്ലയോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് പൂട്ടിക്കെട്ടാൻ പോകുന്നു. അത് കുറേ നാളുകളായി അത് ഉദ്ദേശിച്ച ഒരു വിലയ്ക്ക് സ്വകാര്യ വ്യക്തികൾ ബിഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നാൾക്ക് നാൾ നീണ്ടുപോകുന്നതായിരുന്നു. അത് കുറച്ചുകൂടി ആക്കം കൂട്ടാൻ വേണ്ടിയാണ് ഷഹബാസ് ഷരീഫ് ഒരറ്റത്ത് നിന്ന് നോക്കുന്ന മററ്റത്ത് മറ്റ് ചില പ്ലാനുകളുമായി മുനീർ പാകിസ്ഥാൻ പൂർണ്ണമായി പിടിച്ചടക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്.